ഒരു വാക്ക കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾ കേൾക്കൂല. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അവളോട്. അറിയില്ല എന്താണ്, കുറേ നേരമായി. ആ റാനിയ, ഈ ഇന്നലെ എന്റെ കൂട്ടുകാരത്തിന്റെ ഒരു കൂട്ടം പറഞ്ഞില്ലേ, അഞ്ചത്തിന്റെ കാര്യം നമ്മളെ ഷാമോനക്കും വേണ്ടിയിട്ട് കല്യാണക്കാരായിട്ട് നമ്മൾ മുന്നോട്ട് പോവാന്ന് പറഞ്ഞില്ലേ. ഇജ് ഇനി അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇജ് ആ കുട്ടിനോട് സംസാരിച്ചിരുന്നോ? ഇനി ഇങ്ങനെ നേരം വെക്കിയാലോ എങ്ങനെ? ഇതാണ് കാര്യം. ഇത് ഞാൻ ഇപ്പൊ തന്നെ റിനുവിന് വിളിച്ച് പറഞ്ഞോളാം. അതിനാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബേജാറ് വിളിച്ച് നടക്കുന്നത്. ആദിതാത്താനോട് റിനു കാര്യം പറഞ്ഞോളൂ. ആ ഇന്റെ ആൾ ഇന്ന് ഇപ്പൊ തന്നെ വിളിക്ക്. വരുന്ന വെള്ളിയാഴ്ച അസറിന് ശേഷേ നമ്മളെ ഷാമോനട്ടെ അങ്ങോട്ട് പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് പറയും. ഷാമോന്റെ പേര് കേട്ടാൽ തന്നെ ഓർക്ക് വലിയ സന്തോഷാവും ആ പാവങ്ങൾക്ക്. ഇപ്പൊ തന്നെ എന്റെ കൂട്ടുകാർക്കിനോട് വിളിച്ച് പറയും. അല്ലെങ്കിലും ഇന്റെ ഷാമോന്റെ അത്രേ ഈ നാട്ടിൽ പത്രാസും പവറുള്ളതൊക്കെ ആർക്കുള്ളത്? ആർക്കും ഇല്ല. ഇന്റെ കുട്ടിന്റെ ആലോചനയെന്ന് കേൾക്കുമ്പോത്തിനെ ഓരോ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ മൂക്കത്ത് വിരലെക്കും. ഇത്രയും വലിയ കമ്പനിത്തെ കുട്ടിയാണല്ലോ ഈ കുട്ടിനെ കാണാൻ വന്നിക്കണെന്ന് പറഞ്ഞിട്ട്. ആ അതൊക്കെ എന്തായാലും ഉറപ്പാ. ഇന്റെ ഷാമോനെ കൊണ്ട് ഇക്ക് അത്ര വലിയൊരു അഭിമാനമുണ്ട്. ഇജേ വിളിക്കാൻ നോക്ക്. ആ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറയാം. എന്നിട്ട് പറയാ നിങ്ങളോട്. പിന്നെ ഷാമോനെ കേൾക്കുമ്പോൾ നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ, വലിയ ബിസിനസ്സുകാരനാണ്. തള്ളന്റെ ജാട എന്താണെന്നറിയാം. അവനക്കില്ല എത്രക്ക് ജാട അഹങ്കാരം. പക്ഷെ തള്ളന്റെ വിചാരം ഈ ലോകം മുഴുവൻ തള്ളന്റെ ഇളയ മോനാണ് കെട്ടിപ്പിടിച്ചിരുന്നത്. ഞങ്ങൾ ആണുങ്ങളാരും വരയിൽ ഒന്നും ചെയ്യണിയല്ല, തള്ളന്റെ മോൻ മാത്രം ചെയ്യണുള്ളൂ. ഞങ്ങൾ ആണുങ്ങളാരൊക്കെ നയിച്ചത് പറഞ്ഞില്ല. ഇന്നിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു നേരെ മുത്താത്തോർത്തു. ഷാമോനക്ക് ചായ, ഷാമോനക്ക് ചോറ്, വെറും ഷാമോനുള്ളൂ. ഞങ്ങൾ ആണുങ്ങളാരൊക്കെ വെറും എന്താ പറയലും ദത്തെടുത്തമായിരിക്കാം. ഈ സ്വഭാവം അനുസരിച്ചിട്ടേ ആ പെണ്ണ് ഇവിടെ നിൽക്കും തോന്നണിയ. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പെണ്ണിൻ്റെ പാട്ടിന് പോകും. ഷാമോനും പെണ്ണുങ്ങളും വന്നിക്കണം. അപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിക്കൊടുന്നിട്ടില്ല. അപ്പോൾ അതിനെ നടത്തി. ഷാമോൻ തള്ളൻ്റെ 3-4 മക്കൾക്കും ഒരു അഹങ്കാരം കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പഠിച്ച വയറ് നിറച്ചിട്ട് തള്ളക്കാണ് തോന്നണം ഒന്നായിട്ട് കൊടുത്തിക്കണത്. ചാടത്തള്ള അമ്മായി മണി പോലും എല്ലാ മക്കളെയും ഒരേ കണ്ണുകൊണ്ട് കാണണമെന്നാണ് ഞാൻ പഠിച്ചിരിക്കണത്. പക്ഷെ ഇതെങ്ങനെയാണ് 4 മക്കളെ 4 കണ്ണോടെ കാണല്. റിനുവിനോടും ഷാമോനോടും മാത്രം സ്നേഹമുള്ളൂ. ഇമ്മ ചായതാ ഇക്കു അണ്ടപ്പാന്റെ ചായ ഇജതവിടെ കൊണ്ടച്ചാളാ. എന്തത്താ പൈൻ്റെ നിറം വെളുത്തുങ്ങാണ്ട് നിക്കണേ. ഇജലി ചായപ്പൊടിയും പഞ്ചാറൊന്നും ഇട്ടിട്ടില്ലേ? ഒരു പേരിന് ചായ ഇട്ടുകൊണ്ട് വന്നതാ. ഇജിപ്പോ അവിടെ കൊണ്ടക്ക്. ഇങ്ങളെ 2 പെൺകുട്ടികളെ മാരിക്കും ആവൂല എന്റെ ഷാമോന്റെ പെണ്ണുങ്ങോട്ട് കേറി വരുന്നത്. ഇക്കേ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരൂ. ഇന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പെണ്ണായിരിക്കും. നിങ്ങളെ 2 പെൺകുട്ടികളെ മാരിക്കേ ഒന്നിനും കൊണയാത്ത പെൺകുട്ടികളാവൂല. അതെങ്ങനെ? 2 മക്കളും മണുങ്ങന്മാരാ. അതേപോലത്തെ മണുങ്ങത്തിയാളെ കിട്ടുകയും ചെയ്ത് 2 പെണ്ണുങ്ങളാരാ. ഈ താത്താക്ക് വേറെ പണിയൊന്നും ചെയ്യല്ല, ചായ ഉണ്ടായി കൊടുക്കാൻ. നേരം മൊത്തം അപ്പന്മാരെ വിളി കേൾക്കുമ്പോൾ ചായ ഉണ്ടായി കൊടുക്കും. ഇപ്പം എന്തുണ്ടായത്? ചായയിൽ പൊടി ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ? വെറുതെ കാര്യമില്ലാതെ. പോയ സ്പീഡിൽ തന്നെ ഫാത്തിമാത്ത ചായ ഇട്ട് ഇങ്ങോട്ട് തന്നെ പോന്നല്ല. എന്ത് പറ്റി? നമ്മ കുടിച്ചില്ലല്ലേ? ഞമ്മളമ്മമാരുടെ സ്വഭാവേ ഓരോ സമയത്തെ ഓന്തിൻ്റെ മാരിക്കാണ്. ഓന്താണല്ലോ നേരം എപ്പോഴാണ് മാറുക എന്നറിയില്ല. അതേപോലെയാണ് ഉമ്മോൻ്റെ സ്വഭാവം. ഏത് നേരത്ത് മാറുമെന്നറിയില്ല.
എന്താ പറഞ്ഞത്, നമ്മള് രണ്ട് പെണ്ണുങ്ങളെ പോലെ ആവൂലാന്ന്. ആവണ്ട, ഇമ്മാന്റെ കൂട്ടത്തിലെ ആ പെണ്ണ് നിന്നാ മതിയെന്ന്. ഇത് പിന്നെ നമ്മളെന്നും കേൾക്കണതല്ലടി ആമിയെ, സ്ഥിരമുള്ളതല്ലേ. അതൊന്നും ഇപ്പൊ വലിയ വിഷയമില്ലാതായിക്കണ്. നമ്മള് ചായ കൊടുത്തില്ല എന്നുള്ള പരാതി കേൾക്കണ്ടല്ലോ. മറ്റേതേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പറയും എന്റെ 2 മരക്കൾ എനിക്ക് ഒന്നും തന്നിട്ടില്ല എന്നറിയും. അത് കേൾക്കണ്ടല്ലോടി. എനിക്ക് തോന്നണില്ല നമ്മള് 2 പെൺകുട്ടികളെ സഹിച്ചു നിക്കണമായിരിക്കേ ഉമ്മാന്റെ കൂട്ടത്തിൽ ഉമ്മാന്റെ ശ്യാമോന്റെ പണക്കാരൻ മോന്റെ പെണ്ണ് നിക്കുന്നുള്ളത്. ആ കുട്ടിയെങ്കിലും ഉമ്മാന്റെ ദേഷ്യത്തുനിന്ന് വാശിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഞാൻ അത്രേ പറയുള്ളൂ. കണ്ടറിയാം നമുക്ക് നിക്കൂലേ എന്നുള്ളത്. നമുക്ക് പുതിയ കളിച്ച് വരികയെന്ന് വെച്ചൊക്കെ സന്തോഷമാണ്. കാരണം ശ്യാമോന്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വഭാവമാണ്. പക്ഷെ ഈ ഉമ്മാന്റെ സ്വഭാവം അഹങ്കാരം ഉണ്ടല്ലോ, അതാണ് സഹിക്കാൻ വെച്ചാത്തത്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അല്ല അമ്മിയെ, ഫാദ് മുടി വെട്ടി തോന്നണ്. എന്ത് പറ്റാൻ്റെ മാപ്പിൾക്ക്? ആ കഥ പറയാതിരിക്കുകയാണ് നല്ലത്. ഫാദ് കാക്കാനോട് പറഞ്ഞിട്ട് മുടി വെട്ടിയതാണ് പോയിട്ട്. അത് ഭയങ്കര രസമാണ്. ഇങ്ങക്ക് കേൾക്കണ താത്ത, ഫാദ് കാക്കാൻ്റെ ഇഷ്ടമാണ് ഫാദ് കാക്കാൻ്റെ മുടി എങ്ങനെ വളർത്തണം എന്നുള്ളത്. എന്നിട്ട് ഇന്നലെ ഉച്ചക്ക് എന്നോട് ഉമ്മ പറയാണ്, എൻ്റെ മാപ്പിളിനെ ഈ കയറൂരി വിട്ടിക്കുകയാണോ, അവൻ്റെ മുടിയും ചേലും കോലും വണ്ടിയിലെന്നുള്ളത്. ഇമ്മാക്കേ കുറച്ച് അന്തമുണ്ടെങ്കിൽ നമ്മളോട് അത് പറയാം. ഇമ്മാൻ്റെ മോനല്ലേ, ഇമ്മാൻ്റെ മോന് ഇമ്മ പറഞ്ഞിട്ട് അനുസരിക്കണില്ല. പിന്നെ ഈ വന്ന് കയറി പെണ്ണുങ്ങളായി നമ്മൾ പറഞ്ഞ അനുസരിക്കും. എന്നിട്ട് ഞാൻ കയറൂരി വിട്ടതാണ്. ഇന്നെ കെട്ടിക്കൊടുന്നേ മുതൽക്ക് ഫാദ് കാക്കാൻ്റെ മുടി ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഉമ്മാക്ക് ഫാദ് കാക്കാൻ്റെ മുടി പറ്റൂല, എന്താ പറയണേ, ഇടുന്ന ഡ്രസ്സ് പോലും പറ്റൂല. ഉമ്മാൻ്റെ ഷാമോന് വലിയ ബിസിനസ്സുകാരനല്ലേ, അപ്പം ഉമ്മാൻ്റെ അന്തസ്സിന് പറ്റൂല. അതാണ് പോലും. എനിക്ക് പിന്നെ ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ ഫാദ് കാക്കാനോട് കുറേ കണ്ട് ചൂടായി, സങ്കടം വരിക. ഇക്കാന്നുണ്ടെങ്കിൽ പകൽ മുഴുവൻ ഉമ്മാൻ്റെ ചീത്ത കേൾക്കണത് നമ്മളെ മാപ്പിളാരെ പറ്റിയിട്ട്. നമുക്ക് സഹിക്കോ? നമുക്ക് എത്ര ആയാലും നമ്മളെ മാപ്പിളാർ വലുത് തന്നെയല്ലേ. മനുഷ്യനും സങ്കടം കൊണ്ട് ഞാൻ നല്ലോണം പറഞ്ഞു ഫാദാക്കാന. അങ്ങനെ ആ ഒരു ഇതിൽ പോയി വെട്ടിയതാണ് ആള്. എന്തായാലും മുടി വെട്ടിയപ്പോഴാണ് ആൾക്ക് കാണാൻ കുറച്ച് ചന്തം. അതേതായാലും നല്ലതാണ് ഓ മുടി വെട്ടിയത്. ഇപ്പൊ കാണാനേ ഒരു ഈമാണ്ടോനെ. മറ്റേത് എന്തേന്ന് അവൻ്റെ മുടിയും കോലും ഒക്കെ. ഞാനും കുറെ പറഞ്ഞിരിക്കണു ഒന്ന് വെട്ടട ഫാദേന്ന്. ആര് കേൾക്കണേ? അല്ലെങ്കിൽ ഒന്ന് ചെറുതാക്കിക്കാളെ ബാക്ക് ഭാഗം. ആര് കേൾക്കാന്? ഇപ്പൊ ഏതായാലും വെട്ടിപ്പളേ കാണാൻ നല്ല ചന്തം ഉണ്ട് എൻ്റെ മാപ്പിള. അല്ല താത്ത, ഇമ്മ പറഞ്ഞില്ലേ റാനിനോട് വെള്ളിയാഴ്ച പെണ്ണ് കാണാൻ പോകണ്ട എന്നുള്ളത്? അസറിന് ശേഷം നമ്മളെല്ലാവരും പോകണ്ട, അതോ നമ്മളെ 2 കാക്കമാരും ഷാനും മാത്രമാണ് പോണത്? നമ്മളെ കൊണ്ടുപോകുന്നില്ല, നല്ല ഉമ്മയാണ്. പിന്നെ നമ്മളെങ്ങനെയാടി ആദ്യം പോക്ക്? നമ്മൾ പോക്കുണ്ടാവില്ല. ഇമ്മയും ഫാദും ഫാസിലാക്കിയും കൂടി ആവും പോക്കുണ്ടാവില്ല. ചിലപ്പോൾ റാനിമോളും പോകും, പിന്നെ ഷാനും. നമ്മളെങ്ങനെ പോവുക? ഇമ്മ ആദ്യം പെണ്ണാണ് പോവുക എവിടെയെങ്കിലും? ഇമ്മ പോണ്ടാവില്ല. ഷാനും ചിലപ്പോൾ ഫാദാക്കി ഫാസിലാക്കിയാവും പോണത്. ഇമ്മ എങ്ങനെ പോക്ക്? മുട്ടാടുക്കലിനൊക്കെയല്ലേ ഇമ്മ പോവുക? അത് ശരിയാണ് ഈ പറഞ്ഞത്. ഇമ്മ പോവൊന്നുമില്ല, മുട്ടാടുക്കലിൻ്റെ ടൈമിലാണ് പോക്ക്. നമ്മളമ്മല്ല ആള്, നമ്മളമ്മ എങ്ങനെ ആയാലും പോകും. നമ്മളമ്മയാണ് ഇവിടെ ഷാൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാലേ ഇമ്മ പറഞ്ഞതിനനുസരിച്ച് നടക്കുന്ന ഒരാളാണ് ഷാനി. നമ്മളെ മാപ്പിളാരമാർക്കല്ല. നമ്മളെ മാപ്പിളാർ പിന്നെ ഇമ്മ പറഞ്ഞത് ഫുള്ളായിട്ട് കേൾക്കൂല. പക്ഷെ ഷാൻ അങ്ങനെയല്ല. പക്ഷെ ഷാനിൻ്റെ കാര്യത്തിനാവുമ്പോഴേ ഇമ്മ എങ്ങനെ ആയാലും പോകും. അത് ശരിയാണ്. നമ്മളമ്മൻ്റെ സ്വഭാവം വെച്ചിട്ടേ ഇമ്മ വേണമെങ്കിൽ മുന്നിലിറങ്ങും. എന്തായാലും കണ്ടറിയാം നമുക്ക്. ആ പെൺകുട്ടി ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടാഞ്ഞാൽ മതിയെന്ന്. പിന്നെ നമ്മളെ വിളിച്ചാലേ നമുക്ക് പോവുകയും ചെയ്യാല. ആ പെൺകുട്ടിനെ കാണാല നമുക്ക്. വിളിച്ചാൽ പോവാം നമുക്ക്. എന്തായാലും എന്താ പാടാണ് ആ കുട്ടി. അല്ലടി, എൻ്റെ കണ്ണാട അവിടെ എന്നോട് സ്ഥിരമായിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറഞ്ഞല്ലേ ഡോക്ടറെ കണ്ണാട? കണ്ണട ഇടാത്തൊന്നുമല്ല, കണ്ണട ഇട്ടിട്ട് എൻ്റെ കണ്ണ് ചെറിച്ചിലിനൊരു മാറ്റമില്ല. പിന്നെ നമ്മൾ ഈ പണി എടുക്കുമ്പോഴേ ഈ കണ്ണട ഇട്ട് ഇങ്ങനെ നടക്കണ്ടേ. എനിക്കാണെങ്കിലും അത് ഇടുമ്പോൾ അധികം ചൊറിച്ചിൽ പോലെ, പിന്നെ എന്തൊക്കെയോ പോലെ. അത് ഞാനവിടെ ഊരി വെച്ചിരിക്കണം. അങ്ങനെ തന്നെയാണ് ആമിയെ കണ്ണട വെച്ച് ശീലാവല്. മറ്റേത് ഈ തീരെ വെക്കാതായിട്ടാണ് എനിക്ക് തോന്നൂല വെക്കാൻ. പിന്നെ കണ്ണ് ചൊറിച്ചിൽ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദിൻ്റെ അടുത്ത് എനിക്ക് എന്തായാലും കേൾക്കും. അത് വെച്ചാണ്ടി. ആ താത്ത ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.
പിന്നെ കണ്ണിലിട്ടിക്കാൻ മരുന്നുണ്ടല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്താ ഫാദ എത്ര ആലോചന? ഒന്നുമില്ല, നമ്മളെ ഷാൻ്റെ കല്യാണ കാര്യത്തിലല്ല ഉമ്മ നോക്കണത്. പിന്നെ വെള്ളിയാഴ്ച റാണി പറഞ്ഞ പെണ്ണിനെ പെണ്ണാണാൻ പോകാൻ വേണ്ടി പറഞ്ഞു പോണു. ഓനൊരു ബിസിനസ്സുകാരനല്ലേ, അപ്പം ഉമ്മാക്ക് ഭയങ്കര തിടുക്കാണ് ഓനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചായിട്ട്. അത് നല്ല കാര്യമല്ലടാ. നമ്മളെ അനിയനല്ലേ ഷാന്, ഓനക്കൊരു കുടിയും കൂടി ആയി കഴിഞ്ഞാൽ ഒക്കെ ആയില്ലേ. എനിക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ ഓനും ഓൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ, ഉമ്മാൻ്റെ നിർബന്ധത്തിന് വാങ്ങിക്കല്ലേ. പിന്നെ റാണി പറഞ്ഞ പെൺകുട്ടിനോട് ഓനക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങക്കറിയില്ല നമ്മളെ ഉമ്മാരുടെ സ്വഭാവം. ഫാത്തിമ ആമിനെ അനുഭവിക്കണം നമ്മൾ കാണണല്ലേ. പുതിയൊരു പെൺകുട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒത്തു പോകാൻ പറ്റുമോ? അത് ഓർത്ത് വിഷമിക്കണ്ട ഫാദേ. ഷാന് നല്ല ചെറുക്കനല്ലേ, ഓൻ്റെ ഇഷ്ടം നോക്കാണ്ട് ഉമ്മാൻ്റെ ഇഷ്ടത്തിന് ഓൻ സമ്മതിച്ചതല്ലേ. കെട്ടിക്കൊണ്ടുവരുമ്പോൾ ആ പെണ്ണിനെ നല്ലപോലെ നോക്കിക്കോളൂ. ഓന് ഉമ്മാൻ്റെ വാക്കിന് അത്ര വില കൊടുക്കണ്ടെങ്കിലേ ഓൻ്റെ ഭാര്യക്കുള്ള അവകാശങ്ങളോൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ ഇത്രയും പക്വതയോടെ സംസാരിക്കുമ്പോഴേ എനിക്ക് ഇന്നോടനെ ദേഷ്യം തോന്നുകയാണ്. നമ്മളെ കുടുംബത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാനാണെങ്കിൽ നേരെ ചൊവ്വ പണിക്കും പോകണില്ല, ഷാൻ്റെ ചെലവിൽ തിന്ന് നടക്കാന്നല്ലേ അമ്മ പറഞ്ഞത്. അതെ, ഇതിങ്ങനെ വിഷമിക്കല്ലേ. എനക്കറിയില്ലേ, ഞാൻ രാവിലെ തൊട്ട് ഉമ്മാൻ്റെ ആട്ടും തൊപ്പും കേട്ടിട്ടാ വരുന്നു. കൂലിപ്പണിക്കാരനാണ്, കുടുംബത്തിന് അന്തസ്സ് കുറവാണ്. ഈ കൂലിപ്പണികൾക്കൊന്നും എനിക്ക് അന്തസ്സ് കുറവായി തോന്നിയിട്ടില്ല. ഇത് ഉമ്മ പറയണതൊന്നും കാര്യമാക്കാൻ. നിങ്ങളെ മനസ്സുണ്ടല്ലോ, അതാ നമ്മളെ കുടുംബത്തിൻ്റെ വില. എന്ത് സങ്കടം വന്നാലും ചിരിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കണ്ടല്ലോ, എന്നെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അതൊക്കെ മാറിക്കോളും ഫാദേ. നമ്മളെ കൂടിയേക്ക് ഒരു പുതിയ പെൺകുട്ടി വരില്ലേ, അപ്പോൾ ഉമ്മാൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നെങ്കിലോ. പിന്നെ നമ്മൾ രണ്ടാളുണ്ടല്ലോ കുടുംബത്തിലെ സങ്കടം മാറ്റാൻ. ഇത് ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പോട്ടെ. പണിക്ക് നേരം പോയി കഴിഞ്ഞാലും മേസ്ത്രി ചീത്തറി. എടി അവ്വ, എനിക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എടി ടൗണിൽ ബിസിനസ്സൊക്കെ ഉള്ളേ ഷാനിന്റെ ആലോചനയാണ്. എടി നമ്മളെ റിനുവിന്റെ ഫ്രണ്ടിന്റെ ആങ്ങളാണെടി. റിനു ഇപ്പൊ വിളിച്ചിരുന്ന് എന്റെ ഫ്രണ്ടിന്റെ ആങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളെ അവനെ ചോദിച്ചിട്ടുണ്ട് കെട്ടിച്ചു കൊടുക്കാൻ സമ്മതാണോന്ന് ചോദിച്ചിട്ട്. താത്ത എന്താ പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞ് സമ്മതാണ് എന്നുള്ളത്. എന്തായാലും എന്നെ കെട്ടിക്കാനുള്ള പ്ലാനിങ് ഉണ്ടല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ആലോചന വരുമ്പോഴേ എങ്ങനെ വേണ്ടാന്ന് വെക്കാം. അവര് വെള്ളിയാഴ്ച അസറിന് ശേഷം ഇങ്ങോട്ട് വരുന്നുണ്ടാകാൻ പെണ്ണാണാന്. ഞാൻ അഫ്സലാക്കാനോടും ചോദിച്ച് വിളിച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ പെരേക്ക്. അഫ്സൽക്കാക്ക് അറിഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മതിയെന്ന് അറിഞ്ഞ്. മറ്റന്നാളാ? ആടി മറ്റന്നാൾ തന്നെ. ഇതെന്താ മറ്റന്നാളോന്ന് ചോദിച്ചത്? പെണ്ണ് കാണലല്ലേ, അന്നെ കെട്ടിക്കൊണ്ടോക്കൊന്നല്ലല്ലോ. അന്റെ ടെൻഷനും വേവലാതിയും കണ്ടാല് ഞമ്മള് ഉമ്മാക്കാന്നുണ്ടെങ്കിലേ നല്ലോണം സന്തോഷമായിക്കണ്. നമ്മളെ മൂത്താപ്പാക്കും മൂത്തമ്മാവൊക്കെ ഉണ്ടുമ്മ ഫോൺ വിളിച്ച് പറയണ്. എന്തായാലും ചിലപ്പോ ഒരു വരാതിരിക്കുണ്ടാവില്ല വെള്ളിയാഴ്ച. മൂത്താപ്പാക്ക് കടയിൽ നിൽക്കാൻ ആളെ കിട്ടുകയെന്നുണ്ടെങ്കിൽ മൂത്താപ്പ വരും, മൂത്തമ്മാനെയും കൂട്ടിക്കിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൂത്തമ്മ ഒറ്റക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും അന്നെ ഒരു കന്ന് കണ്ടു പോയതിന്റെ ശേഷം ഞാൻ പോണുള്ളൂ. എന്തായാലും വലിയ ബിസിനസ്സുകാരനാണാലടി. അത് കേട്ടപ്പോഴാണ് ഒരു സന്തോഷം. അത് നമ്മൾ ഇങ്ങോട്ട് പെണ്ണ് ചോദിച്ചു വരികയെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിച്ച്. അപ്പൊ ഒരു കാര്യത്തിൽ പറഞ്ഞ തന്നെയാണല്ലേ കല്യാണം നോക്കണ്ടെന്നുള്ളത്. ഞാൻ തമാശ ഒന്ന് കരുതിയത്. ഇതിപ്പോ മറ്റന്നാളെന്ന് പറയുമ്പോളെ എന്തായാലും വന്ന് കണ്ടു പോട്ടെ. അവർക്ക് ഇന്ന് ഇഷ്ടപ്പെടട്ടെ, എനിക്ക് അവനെ ഇഷ്ടപ്പെടണം. വലിയ ബിസിനസ് ആയാലും എന്തായാലും കൂടെ എന്താ. ശാങ്കാക്ക, എന്റെ ഫ്രണ്ട് റീനിപ്പോ വിളിച്ചിരുന്നു. അവന്റെ വീട്ടുകാർക്ക് കല്യാണത്തിന് സമ്മതാണാല. നമ്മള് വെള്ളിയാഴ്ച ജുമാരിയുടെ പോണെന്ന് പറഞ്ഞിമ്മ. പെണ്ണാണാനേ. കാക്കാക്ക് ഇപ്പൊ സന്തോഷായില്ലേ? ഉമ്മക്ക് സന്തോഷമായല്ലോ, അത് മതി. നീ പോയി കിടന്നിറങ്ങാൻ നോക്ക് റാണി. ഓ, ഞാൻ ഇപ്പൊ കെടുക്കാൻ നിക്കാണല്ലോ നട്ടുച്ചക്ക്. കാക്ക അതെല്ലാം ഞാൻ ഒന്ന് പറയട്ടെ. നിന്നോട് പോവാൻ പറഞ്ഞു. ഓ, ഓന്റെ ഒരു കലിപ്പ്.
എന്നാലും ശാഖാക്ക് ഈ കല്യാണത്തിന് സമ്മതല്ലേ? ഇമ്മാന്റെ നിർബന്ധത്തിലാണോ കല്യാണം കേൾക്കുന്നത്? എന്നാലും ജാടക്കൊരു കുഴപ്പമില്ല. എന്താ കലിപ്പ്, അതൊക്കെ ഒരു കുത്തൊടുക്കാൻ തോന്നും. കാക്കായി പോയി. ഹലോ, ആരാണ്? നീ വലിയ ബിസിനസ്സുകാരൻ ഷാന് അല്ലേ? നിനക്ക് വേണ്ടി അവന്റെ വീട്ടിൽ കല്യാണാളുകൾ നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു. ഈ അക്ബറോളം മനസ്സ് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറച്ചായി. ഒന്നോർത്തോ, ഈ അക്ബർ മറ്റാർക്കും വേണ്ടി ഓളെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ അക്ബറിനെ ശരിക്കും നിനക്കറിയില്ല. ഇതൊന്ന് പിന്മാറില്ലെങ്കിൽ നിന്റെ ബിസിനസ്സും ഉണ്ടാവില്ല, നിന്റെ കുടുംബം ഉണ്ടാവില്ല.